എൻ്റെ പേര് ശ്രുതി എൽദോ. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2020 ഫെബ്രുവരി 2-ാം തീയതിയാണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ഈ പുണ്യഭൂമിയിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയുന്നത്. ഒന്നാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇസ്രായേലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 4.5 വർഷമായിട്ട് ഇസ്രായേലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു നേഴ്സാണ്. കെയറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 2020 നവംബർ 22-ന് എൻ്റെ ഒരു കസിൻ പറഞ്ഞാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് എനിക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് സീവിയർ ആയിരുന്നു. സോ അത് ഉടമ്പടി എടുത്ത് മാറി. അതുപോലെ ഞാൻ എൻ്റെ കുഞ്ഞനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ് നാട്ടിൽ വന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞറിഞ്ഞു, UK-യിൽ സീനിയർ കെയർ വിസയ്ക്ക് നേഴ്സുമാർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അപ്പോൾ IELTS എഴുതണമെന്ന്. അപ്പോൾ ഞാൻ ഇസ്രായേൽ പോയ സമയത്ത് കുറച്ച് എന്തൊക്കെയോ എനിക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് അവിടുത്തെ ലാംഗ്വേജായ ഹീബ്രുവും പാർസിയും പഠിച്ചതും കൊണ്ട് ഇംഗ്ലീഷ് അറിയുന്നതെല്ലാം മറന്നുപോയി. അപ്പം സ്വന്തം കൂടപ്പുറപ്പിൻ്റെ കല്യാണത്തിന് ആകെ 40 ദിവസത്തെ അവധിക്കാണ് ഞാൻ നാട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു, എൻ്റെ കസിൻ ചേച്ചി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞ്, എൻ്റെ സുഹൃത്തും പറഞ്ഞ്, ഞാനങ്ങനെ എക്സാമിന് ഡേറ്റ് നോക്കുമ്പോൾ ബോംബെയിലും ഡൽഹിയിലും മാത്രമേ ഉള്ളൂ ഡേറ്റ് ഉള്ളൂ. അപ്പോൾ ഒരു കാരണം വെച്ചാലും എൻ്റെ സ്വന്തം വീട് കർണാടക ആയതുകൊണ്ടും എനിക്ക് ഒരു കാരണം വെച്ചാലും അവിടെ പോയി എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓർത്തേ വേണ്ട, ഇതെനിക്ക് വേണ്ട, നടക്കില്ല. കാരണം ഇംഗ്ലീഷിനെ കുറിച്ച് ഒന്നും തന്നെ എനിക്ക് അറിയില്ല. അപ്പോൾ ചുമ്മാ ഒന്നിരുന്ന് നോക്കിയപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, കൊച്ചിയിൽ ഡേറ്റ് ഉണ്ട് എന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ ചാടിക്കേറി ഡേറ്റ് എടുക്കുകയാണ്. ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. IELTS എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം, അതിൽ 4 സബ്ജക്റ്റ് ഉണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അല്ലാണ്ട് അത് എന്താണോ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ എൻ്റെ സുഹൃത്തായ സംഗീത് പറഞ്ഞു തന്നു, 4 മൊഡ്യൂളിൽ ഇങ്ങനെ പഠിക്കണം, ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എൻ്റെ കൂടെ ഞാൻ ഒരു ചേച്ചിയാണ്. അപ്പോൾ അടിച്ചു പൊളിച്ച് കല്യാണം കൂടുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ചിന്തയിൽ. അപ്പം കല്യാണമൊക്കെ കൂടി പിന്നെ ഒരു 2 വീക്സ് സമയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി എനിക്ക് ബുക്സൊക്കെ കാര്യം വാങ്ങിച്ചു തന്നു. ഈവൻ എനിക്ക് പറഞ്ഞു തന്നു, സ്പീക്കിംഗ് ഇങ്ങനെ പഠിക്കുക, റൈറ്റിംഗ് ഇങ്ങനെ പഠിക്കുക, ലിസണിങ് ഇങ്ങനെ പഠിക്കുമെന്ന് പറഞ്ഞു തന്നു. പക്ഷേ ഞാൻ എല്ലാവർക്കും അറിയാം റീഡിങ് ഭയങ്കര ടഫാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും തന്നെ അറിയില്ല. അങ്ങനെ 2 മണിക്കൂറൊക്കെ ഇരുന്നാലാണ് റീഡിങ്ങിൽ എനിക്കൊരു 8 മാർക്കൊക്കെ കിട്ടുക. അതിനപ്പുറം എനിക്ക് പോവില്ല. ആകെപ്പാടെ 1 അവറിൽ കംപ്ലീറ്റും ചെയ്യണം. സോ എന്നെ കൊണ്ട് സാധിക്കില്ല. പിന്നെ ഇവരെല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ സമ്മതിച്ച് എക്സാം എഴുതാൻ കൊച്ചിയിൽ എക്സാം എഴുതി. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ്സ് കാശുരൂപവും തൈലവും എനിക്ക് തന്നിരുന്നു. അത് നെറ്റിയിൽ തൂത്ത് ഞാൻ ഫസ്റ്റ് എക്സാം എഴുതാൻ പോയി. ആദ്യം തന്നെ ലിസണിങ് ആയിരുന്നു. ആദ്യം തന്നെ എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ പോയി, എനിക്ക് കിട്ടിയില്ല. എന്തൊക്കെയോ എഴുതി വെച്ച് ഞാൻ പോന്നു. അതുപോലെ ഫെബ്രുവരി 1 ആയിരുന്നു എൻ്റെ സ്പീക്കിങ്. 2 ഫെബ്രുവരി 1 എനിക്കൊരു മോനാണ്. അവനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു രാത്രി 10 മണിയാകുമ്പോൾ. അപ്പോൾ ഞാൻ ആകെ തളർന്നു. കാരണം അവനാണ് എൻ്റെ എല്ലാം. കാരണം അവനെ അബോർഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് വളർത്തുന്ന ഒരു മോനാണ്. അപ്പോൾ അവന് ആക്സിഡൻറ്റ് സംഭവിച്ച് ഹോസ്പിറ്റലിലാക്കി. നെക്സ്റ്റ് ഡേ എനിക്ക് സ്പീക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ എക്സാം എഴുതാൻ പോകണില്ല. കുഞ്ഞിനേക്കാളും അപ്പുറമല്ലല്ലോ എക്സാം, പിന്നെ എപ്പോഴെങ്കിലും നോക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് അവന് ഒരു ആപത്തും കൂടാതെ അവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എല്ലാം ദേഹം മൊത്തം പോറുക ചെയ്തത്. പക്ഷേ കുഞ്ഞ് പേടിച്ച് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. രാത്രിയൊക്കെ ഉറങ്ങിയില്ല. നെക്സ്റ്റ് ഡേ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ എക്സാം എഴുതാൻ പോകുന്നില്ല. കാരണം എനിക്ക് ഒന്നും തന്നെ അറിയില്ല, എന്തെന്ന് എക്സാം എഴുതാനാ എന്ന് ഓർത്തു. പക്ഷേ ഇടവക ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അമ്മയുടെ കാശുരൂപവും തൈലവും തൂത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരുപാട് നേഴ്സിംഗ് പഠിച്ച ആൾക്കാരും പുറത്ത് ജോലി ചെയ്ത ആൾക്കാരും ഒക്കെ ഇവിടെ ഉണ്ടാകാം. സ്പീക്കിങ്ങിന് പോകുമ്പം കുറച്ച് ഒരുങ്ങി അങ്ങനെയൊക്കെ ആയിരിക്കാം പോകാൻ. ഞാനൊന്നും ചെയ്യാതെ തൈലം മാത്രം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ നെറ്റിയിൽ. അങ്ങനെ ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ അവിടെ പോകുന്നത്. സത്യം പറയട്ടെ, എനിക്ക് ഒന്നും തന്നെ അറിയില്ല. അവരെന്ത് ചോദിച്ചാലും ഫസ്റ്റ് തന്നെ ബലിയാടാകണം ഞാനാണ് ഫസ്റ്റ്. അവരുടെ എക്സാം അറ്റൻഡ് ചെയ്തു. എന്തൊക്കെയോ സാറ് ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ഉറപ്പിച്ചു. തിരിച്ചിറങ്ങി വന്നപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, പൊട്ടിയല്ലേന്ന്. ഞാൻ പറഞ്ഞു, വാ പൊട്ടി, എനിക്കെന്തായാലും കിട്ടില്ല. പക്ഷേ ഒന്ന് സന്തോഷത്തോടെ തീരുമാനിച്ചു. IELTS എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ 3-ാം തീയതി ഇവിടെ വന്നു, തീർത്ഥാടന ഉടമ്പടി എടുത്തു. അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ ഞാനൊന്നും അവിടെ എഴുതിയിട്ടില്ല, അപ്പോൾ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം കൊച്ചു ഹസ്ബൻഡ് ഇവിടെയും ഞാൻ ഇസ്രായേലിലും. അപ്പോൾ അവനെപ്പോഴും വിളിക്കുമ്പം പറയും, അമ്മേ എല്ലാവർക്കും അമ്മമാരടുത്തുണ്ട്, എനിക്ക് മാത്രമേ അമ്മയില്ലെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു.
അപ്പോൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു, കരഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ചു, ദൈവകൃപയാൽ എനിക്കിത് ലഭിക്കണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു, 1000 തവണയെല്ലാം വചനം എഴുതുമായിരുന്നു. നെഹമ്യ 2:20, ലൂക്ക 18:27 അങ്ങനെയൊക്കെ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാല ചൊല്ലിയും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 12 എൻ്റെ റിസൾട്ട് വന്നു. എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, നിൻ്റെ റിസൾട്ട് വന്നു, നീ ജയിച്ചു എന്ന്. ഞാൻ പറഞ്ഞു ഒരിക്കലും സാധിക്കില്ല. ഫസ്റ്റ് ഞാൻ ചോദിച്ചത് എനിക്ക് സ്പീക്കിങ്ങിന് എത്രയാണ് മാർക്കെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഇത്ര സ്കോർ. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, ഇത് എൻ്റെ അല്ല. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ IELTS എക്സാം എനിക്ക് ക്ലിയറാക്കി കിട്ടി. ഞാനിപ്പോൾ UK വർക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത്, ഞാനും അവൾ 20 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്, അവളിവിടെയുണ്ട്. അപ്പം അവൾക്കും എനിക്കും ഒരേ നഴ്സിംഗ് ഹോമിൽ ജോലി കിട്ടണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും സെയിം നഴ്സിംഗ് ഹോമിൽ ഒരുമിച്ച് ജോലിയും കിട്ടി. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് നീ പ്രേക്ഷിത വേല ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞ ഒറ്റക്കാര്യം ഇതാണ്, എനിക്ക് പുറത്തു പോയി പ്രേക്ഷിത വേല ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമാണ്, എല്ലാം സൈക്കാട്രി പേഷ്യൻ്റ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം കാരുണ്യ പ്രവൃത്തികൾ. അപ്പോൾ ഞാൻ എന്തു ചെയ്തു, ഞാനും ഇവൾ ആണ് ഒരുമിച്ച് ജോലി ചെയ്യുമെങ്കിൽ ഒരു 2 പേർക്കും കൂടി 13-14 പേഷ്യൻറ്റിനെ കിട്ടും. അപ്പം ഒരുപാട് നമ്മളെ ഉപദ്രവിക്കുകയും അടിക്കുകയും ചെയ്യുന്ന പേഷ്യൻ്റ് ആയിരിക്കും എല്ലാവരും തന്നെ. അപ്പോൾ ഇവളെ എനിക്ക് പാർട്ട്ണറായി കിട്ടിയ, എന്നും രാവിലെ അമ്മയോട് പോകുമ്പം പ്രാർത്ഥിക്കും, ഇവളെ എനിക്ക് പാർട്ട്ണറായി കിട്ടണേ എന്ന്. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. ഞാൻ കുറച്ച് ഒന്നിനും പേടിക്കുന്നൊരു കൂട്ടത്തിലല്ല. അപ്പോൾ അത് അവൾക്കറിയാം. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കും. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള പേഷ്യൻസിന് ഒരു ദിവസം നമുക്ക് 2 പേർക്കൊക്കെ ഷവർ കൊടുത്താൽ മതി. പക്ഷേ ഞങ്ങൾ 2 പേരും ഫാസ്റ്റിംഗ് എടുത്ത്, അവൾ യാക്കോബ സഭയിലാണ്, ഞാൻ പറഞ്ഞ് ജപമാല ചൊല്ലിയും അമ്മ മാതാവിനെക്കുറിച്ച് കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും ഫാസ്റ്റിംഗ് എടുത്ത്, അപ്പോൾ അമ്മയോട് ഞാൻ പറയും, ചിലപ്പം വീണ് പോകുമായിരിക്കും കേട്ടോ, 12 മണിക്കൂറത്തെ ഡ്യൂട്ടിയാണ്, എന്നെ ഒന്ന് പിടിച്ച് നിർത്തിക്കോണേ, എനിക്ക് ദേഷ്യമൊന്നും വരാതെ നോക്കിക്കോണേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അടി കൊണ്ടാൽ പോലും ഞങ്ങൾ ഏകദേശം ഒരു ദിവസം 6-7 പേഷ്യൻറ്റിന് ഷവർ കൊടുക്കുകയും വിശപ്പൊന്നും അറിയുക പോലും ചെയ്യാതെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ജോലി ചെയ്ത് അവിടെ പോകും. ആരും തൊടാത്ത പേഷ്യൻസിനെ വരെയും, അല്ലെങ്കിൽ അവരെ വേണ്ട, അവിടെ റെഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഞങ്ങൾ അവർ റെഫ്യൂസ് പറഞ്ഞാൽ പോലും ഞങ്ങൾ 2 പേരും ഒരുമിച്ച് നിന്ന് അത് ചെയ്യുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു പങ്ക് പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ ഞങ്ങൾ മാറ്റിവെക്കും. അതിനോടൊപ്പം എൻ്റെ കൂടെ അവളും സഹായിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്തിലും പരമാവധി എല്ലാവരോടും UK എൻ്റെ ഫ്രണ്ട്സിനോടും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചും അവർക്കത് എങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് അമ്മയുടെ തൈലം തൂത്താണ്. തൂക്കാതെ പോയി എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ എവിടെയെങ്കിലും പെട്ടുവിടും. കാരണം ആദ്യം ചെന്നപ്പോൾ എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല. അവർ പറയുന്ന ലാംഗ്വേജ് നമ്മൾ പറയുന്ന പോലെയല്ല. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ എല്ലാവരും പേടിച്ചാലും ഒരു പ്രശ്നങ്ങളിലും പെടാതെ ഇന്ന് വരെയും എന്നെ കൈപിടിച്ച് നടത്തിയത് എൻ്റെ കൃപാസന അമ്മയാണ്, ആ തൈലമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് സ്വെറ്റിംഗ് ഒക്കെ കൂടുതലായാലും എനിക്ക് കഷത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കുരുക്കളായിട്ടൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറയും, ഇത് എൻ്റെ ആൻറ്റിബയോട്ടിക്കാണ്. സോ ഞാൻ ആ തൈലമൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതും, അല്ല എൻ്റെ ബോഡിയിൽ എൻ്റെ ഫ്രണ്ട്സിന് വന്നാലും ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ സ്ഥലം വിറ്റുപോകാൻ വേണ്ടി എന്നെ ഒരുപാട് സഹായിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ സ്ഥലം ഒരു കാരണം വെച്ചാലും വിറ്റ് പോകുന്നില്ലായിരുന്നു. അപ്പോൾ എന്നോട് ഈ വിഷമം പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ കൃപാസന അമ്മയുടെ യേശുപ്പയുടെയും ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഞാൻ ഉപ്പ് വെച്ച്